സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള അരുൺ മോഹൻ കൂടി ചേരുന്നു. അരുൺ മോഹൻ, ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. അവിടുത്തെ ആചാരം ലംഘിച്ചുകൊണ്ടാണ് മന്ത്രി അഷ്ടമി രോഹിണി വള്ളസദ്യ തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത് വളരെ പെട്ടെന്ന് സദ്യ കഴിച്ച് 2 മന്ത്രിമാർ ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളെല്ലാം ലംഘിച്ച് ഈ പരിപാടി നടത്തിപ്പോയത്. നമുക്കറിയാം, ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം. വന്ന് പരിപാടി നടത്താൻ പറഞ്ഞാൽ ദേവസ്വം ജീവനക്കാർക്ക് അത് അനുസരിക്കാത്ത തരമില്ല. കാരണം ആ വകുപ്പിൻ്റെ മന്ത്രിയാണ്. മന്ത്രി പറഞ്ഞാൽ പിന്നെ അനുസരിക്കണമല്ലോ, അല്ലെങ്കിൽ പണി പോകുന്ന അവസ്ഥയാണ്. അതും ക്ഷേത്രത്തിൽ വന്നാണ്. അവിടുത്തെ ആചാരങ്ങളൊക്കെ അറിയാവുന്ന ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹത്തിന് വേറെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ വന്ന് വളരെ പെട്ടെന്ന് വിളക്ക് കത്തിച്ച് സദ്യ ഉണ്ട് പോകുന്നത്. മറ്റൊരു ആരാധനാ കേന്ദ്രത്തിൽ, മറ്റൊരു മതവിശ്വാസത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു മന്ത്രിക്ക് ഇങ്ങനെ ഉദ്ഘാടനം നടത്തി പോകാൻ കഴിയുമോ? ആറന്മുള പോലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ആചാര ലംഘനം നടത്തിയതിൽ അന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഹൈന്ദവരൊക്കെ പ്രതികരിക്കുന്നതിൽ വളരെ പിന്നിലാണ് എന്ന് തെളിയിക്കുകയല്ലേ ഈ സംഭവം? അരുൺ മോഹൻ, അതായത് ഈ ഹൈന്ദവരെ പ്രതികരിക്കുന്നതിന് പിന്നിലാണ് എന്ന് അവസാനം ശ്രീ വിനോദ് പറഞ്ഞതാണ് അതിനകത്ത് കൃത്യം കാര്യം. ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എല്ലാ കാലത്തും CPM-ന്റെ നിലപാട് ഇത് തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉഷപൂജ, നേദ്യം, ഉച്ചപൂജ, ദീപാരാധന, പള്ളിവേട്ട എന്നൊക്കെ പറയുന്ന ആചാരങ്ങളെ കുറിച്ച് അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്ത ദേവസ്വം മന്ത്രിമാര് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അപമാനമാണെന്ന് തന്നെ പറയണം. ഈ VN വാസവൻ വന്നത് ശരിക്കും ക്ഷേത്രത്തിലാണ്. അദ്ദേഹം ഈ പഴയ ഓർമ്മ വെച്ചിട്ട് കള്ളുഷാപ്പില് കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടിയോ അല്ലെ ഉണ്ടാക്കാനോ വന്ന ആളല്ലല്ലോ. അപ്പൊ അവിടെ ക്ഷേത്രത്തിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, ക്ഷേത്രത്തിന്റെ ശുദ്ധതയുണ്ട്, അവിടെ ചില നിയമാവലികളുണ്ട്. ഇതൊന്നും അനുസരിക്കാൻ ബാധ്യത ഇല്ലാത്തവനെ ദേവസ്വം മന്ത്രി ആക്കിയ ദുര്യോഗത്തിനെ കുറിച്ച് മാത്രമേ നമുക്ക് അപലപിക്കാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല ഭഗവാന്റെ ആചാരാനുഷ്ഠാനങ്ങൾ. നമുക്കറിയാമല്ലോ, ഒരു ക്ഷേത്രത്തില് നേദ്യം നടക്കുന്ന സമയത്ത് പത്മനാഭദാസന്മാരെന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ വിളിച്ചിരുന്നത്. അവർ തന്നെ സ്വയം എഴുതി പല നിയമങ്ങളിൽ അവർ ഒപ്പുവെച്ചിരുന്നത് പത്മനാഭദാസൻ എന്നുള്ള പേരിലാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഒരു വിനീത വിധേയരായ ഭഗവാനോട് ഞാൻ പറഞ്ഞ ദേവസ്വം വകുപ്പിലെങ്കിലും മിനിമം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കേണ്ടതില്ല, മതേതര സ്വഭാവം എന്നൊക്കെ പറഞ്ഞവർ വിളിച്ചു പറയാം. അവരുടെ നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ പോലെ സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറയാം, ഗണപതി മിത്താണെന്ന് പറയാം. പക്ഷെ ഇദ്ദേഹം ദേവസ്വം മന്ത്രിയാണെന്നുള്ളത് മനസ്സിലാക്കണം. ക്ഷേത്രത്തില് ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് തൊഴുന്ന ഭക്തരെ മുഴുവൻ കളിയാക്കുകയാണ്. കാര്യം 11 മണിക്ക് നേദ്യത്തിന് ശേഷം ഭഗവാന് നിവേദിച്ചതിന് ശേഷം പുറമെ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലൊരു പരിപാടി അവിടെ നടക്കാറുള്ളൂ. അത് മന്ത്രിയല്ല, രാജാവ് വന്നാലും അത് ചെയ്താൽ മതി. അതാണ് അതിന്റെ ശരിയായ രീതി. ഇദ്ദേഹത്തിന് 10:30 എന്തോ ഇദ്ദേഹത്തിന് എവിടെയോ അത്യാവശ്യം പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം എല്ലാവരോടും നിർദ്ദേശിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നു, ഭക്ഷണവും കഴിക്കുന്നു. അവിടുത്തെ ഭക്ഷണം ഇപ്പം ഭഗവാന് നേദ്യമാണോ അതോ ദേവസ്വം മന്ത്രിയായ വാസവന് ഭക്ഷണം കൊടുക്കുന്നതാണോ ഹിന്ദു സമൂഹത്തിന്റെ ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നുള്ളത് ഹിന്ദു സമൂഹമാണ് ചിന്തിക്കേണ്ടത്. ഈ മുമ്പ് K. സുധാകരൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശബരിമല നട തുറന്ന സമയത്ത് എല്ലാവരും ഭഗവാനെ ഭക്തിയോടെ നോക്കി തൊഴുന്ന സമയത്ത് അദ്ദേഹം പൃഷ്ഠം താങ്ങി നിന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പൊ രാമായണം വായിച്ച് നടക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ വാസവന് രാമായണവും നാരായണിയും KR ഗൗരിയമ്മയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇരുമുടി എടുത്ത് മല ചവിട്ടി മാപ്പ് പറയേണ്ട സാഹചര്യം ഈ ദേവസ്വം മന്ത്രിമാർക്ക് ശബരിമലയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഭഗവാന്റെ മുന്നിൽ വന്നിന്ന് കരയേണ്ട സാഹചര്യം ഉണ്ടാവും. ഹിന്ദു പ്രാക്ടീസിങ് ഹിന്ദു, മതവിശ്വാസി മാത്രമല്ല പ്രാക്ടീസിങ് ഹിന്ദുവായ മന്ത്രിമാർ ദേവസ്വം ബോർഡിനെ ചുമതലയിൽ വരാത്തിടത്തോളം കാലം നമ്മൾ മുമ്പേ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ ഹിന്ദു സമൂഹത്തിന് ബാധ്യതയായി ഏറ്റെടുക്കേണ്ടി വരും. ഇത് തിരിച്ചറിയും കേട്ടോ. അല്പം താമസിക്കുന്നു എന്ന് പറഞ്ഞ് ശരിയാണ്. പക്ഷെ ഹിന്ദു സമൂഹം വളരെ കൃത്യമായിട്ട് ഇത് തിരിച്ചറിയും. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, മറ്റൊരു തരത്തിലുള്ള എന്താ പറയുക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവനവന്റെ ഈശ്വരന്റെ മുന്നിൽ കാണിക്കുന്ന ഈ അപമാനത്തെ അവർ തിരിച്ചറിയും, ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും വലിയ ആചാര ലംഘനം തന്നെയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്, പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഹൈന്ദവ സമൂഹം ഒരു കാലത്തും ഇത് പൊറുക്കാൻ വഴിയില്ല എന്നുള്ള കാര്യമാണ് സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള അരുൺ മോഹൻ പങ്കുവെക്കുന്നത്.